നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. വെളിപാട് പുസ്തക പഠന പരമ്പരയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. വെളിപാട് പുസ്തകം പ്രത്യാശ ഉളവാക്കുന്ന, അനേക പ്രത്യാശ നൽകുന്ന പുസ്തകമാണ്. ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു എന്ന ആരംഭത്തോടുകൂടി തുടങ്ങുന്ന പുസ്തകം അനേകവിധ ന്യായവിധികൾ ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും എഴുതുന്നതിന് മുമ്പ് കർത്താവായ യേശു അപ്പസ്തോലനായ തന്റെ അരുമ ശിഷ്യനായ യോഹന്നാനോട് പറഞ്ഞു, നീ ഇപ്പോൾ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ ഇപ്പോൾ കാണുന്നതും കഴിഞ്ഞതും ഇപ്പോൾ കാണുന്നതും ഇനിയും വരുവാനിരിക്കുന്നതും എഴുതിക്കൊള്ളുക. യോഹന്നാന് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ പ്രത്യക്ഷനായ യേശു പറയുന്ന ഒരു ഭാഗമാണ് നാം കണ്ടത്. അവിടെ 3 ഭാഗമായിട്ട് വെളിപാട് പുസ്തകത്തെ നമുക്ക് തിരിക്കാം. ഒന്ന്, ഇപ്പോ ആയിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനിയും സംഭവിക്കുവാനിരിക്കുന്നതും. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇങ്ങനെ 3 നിലകളില് വെളിപാട് പുസ്തകത്തെ ഡിവൈഡ് ചെയ്താണ് പോകുന്നത്. ആയിരുന്നത് എന്ന് പറയുന്നത് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കണ്ട വിഷയമാണ് ആയിരുന്നത് അല്ലെങ്കിൽ പാസ്റ്റ്. 1-ാം അധ്യായം യോഹന്നാൻ കണ്ട് കഴിഞ്ഞ കാര്യം. ഗ്ലോറിഫൈഡ് ജീസസിനെ, മഹത്വീകരിക്കപ്പെട്ട യേശുവിനെ യോഹന്നാൻ കണ്ടു. ഇനിയും അടുത്തത് ഇപ്പോൾ ഉള്ളത്. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 7 സഭകൾക്കുള്ള ദൂത് യോഹന്നാൻ എഴുതുകയാണ്. ഏഷ്യ മൈനർ അല്ലെങ്കിൽ ഏഷ്യ അല്ലെങ്കിൽ ടർക്കി, ഇന്നത്തെ മോഡേൺ ഡേ ടർക്കി, അന്ന് ഏഷ്യ എന്ന് വിളിക്കുന്നതും ഏഷ്യ മൈനർ എന്ന് വിളിക്കുന്നതും ഭൂഖണ്ഡത്തെ അല്ല, മറിച്ച് ഇന്ന് ടർക്കി ആയിരിക്കുന്ന പ്രദേശത്തെ വിളിക്കുന്നതാണ് ഏഷ്യ മൈനർ അഥവാ ഏഷ്യ. അപ്പോൾ ആ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കും എഴുതുകയാണ് യോഹന്നാൻ. അതാണ് ഇപ്പോൾ ഉള്ളത്. യോഹന്നാന്റെ സമയത്ത് യോഹന്നാൻ മഹത്വീകരിക്കപ്പെട്ട യേശുവിനെ കണ്ടുകഴിഞ്ഞു. 1-ാം അധ്യായം. 2-ലും 3-ലും ഇപ്പോൾ യോഹന്നാന്റെ കാലത്ത് ഏഷ്യ മൈനറിലുള്ള പ്രധാനപ്പെട്ട 7 സഭകൾക്കും യോഹന്നാൻ എഴുതുകയാണ്. എഫെസോസ്, പെർഗമോസ്, ടയറ്റീര, സർഡീസ്, സ്മിർന, ഫിലഡൽഫിയ, ലയാഡീഷ്യ. ഇങ്ങനെ 7 സഭകൾക്ക് യോഹന്നാൻ എഴുതുകയാണ്. യേശു ക്രിസ്തു തന്നെ അറിയിച്ച ദൂത് യോഹന്നാൻ എഴുതുകയാണ്. അതാണ് പ്രസന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത്. പിന്നീട് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയും അല്ലെങ്കിൽ 19-ാം അധ്യായം വരെയും ഇനിയും സംഭവിക്കുവാനിരിക്കുന്നത് അല്ലെങ്കിൽ മഹോപദ്രവകാലമായ 7 വർഷത്തെ ചരിത്രം. 4 മുതൽ 19 വരെ 18 വരെയുള്ള അധ്യായങ്ങൾ ഇനിയും സംഭവിക്കുവാനിരിക്കുന്ന 7 വർഷത്തെ മഹോപദ്രവകാലം അല്ലെങ്കിൽ ട്രിബുലേഷൻ എന്ന ടൈം പീരീഡിൽ നടക്കുന്ന സംഭവങ്ങൾ. 19-ഉം 20-ഉം അധ്യായങ്ങൾ പുതിയ യെരൂശലേം അല്ലെങ്കിൽ ന്യൂ മില്ലേനിയം, 1000 ആണ്ട് വാഴ്ചക്കാലത്ത് സംഭവിക്കുന്ന വിഷയങ്ങള് 19-ഉം 20-ഉം അധ്യായത്തിൽ രേഖപ്പെടുത്തിയ ശേഷം 21-ഉം 22-ഉം അധ്യായം നിത്യത അല്ലെങ്കിൽ ഇറ്റേണിറ്റിനെ പറ്റി യോഹന്നാനോട് രേഖപ്പെടുത്തുവാൻ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഫ്യൂച്ചർ. അപ്പോൾ ഇതിനെ 3ആയിട്ട് തിരിച്ചു: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. 7 സഭകൾക്കുള്ള ദൂതിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ വളരെ ഓടിച്ച് പോവുകയാണ്. ഈ 7 സഭകൾക്കുള്ള ദൂത് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന എല്ലാ സഭകൾക്കുമുള്ള ദൂതാണ്. ഇന്ന് കാണുന്ന എല്ലാ സഭകളെയും പ്രതിനിധാനം ചെയ്യുന്ന
സഭയാണ് 7 സഭകളിലും കണ്ടത്. വിവിധങ്ങളായ പ്രത്യേകതകൾ, വിവിധങ്ങളായ വൈക്ലഭ്യങ്ങൾ, വിവിധങ്ങളായ വൈരുദ്ധികൾ ആ സഭകൾക്ക് എല്ലാവർക്കുമുണ്ട്, എല്ലാ സഭകൾക്കുമുണ്ട്. ചില സഭകൾക്ക് അനേക തരത്തിൽ എടുത്തു പറയത്തക്കവണ്ണം ക്വാളിറ്റി ഉണ്ട്. ആ 7 സഭകളെയും അഭിസംബോധന ചെയ്യുകയാണ്. ഇനി 2 സഭകൾക്ക്, സ്മിർന സഭയ്ക്കും ഫിലദൽഫിയ സഭയ്ക്കും പ്രത്യേകം എടുത്തു പറയത്തക്കവണ്ണം വൈകല്യങ്ങളൊന്നും കർത്താവ് പറയുന്നില്ല. അപ്പോൾ ഈ ഓരോ സഭയെ പറ്റിയും കർത്താവ് തന്റെ ദൂതനായ, തന്റെ ശിഷ്യനായ യോഹന്നാനോട് പറയുകയാണ്, നാം അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഭകൾ ഓരോന്നും എപ്രകാരമുള്ളതാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു സഭയോട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറവ് എനിക്ക് നിന്നെ പറ്റി പറയാൻ. അത് ആ സഭയോട് പറയുന്ന സഭയുടെ ഒരു വൈകല്യമാണ്. ആദ്യം ആ സഭ ഫോം ചെയ്തപ്പോൾ, ആ സഭ ഉളവായി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സ്നേഹം, അതിൽ നിന്ന് ആ സഭ വീണിരിക്കുന്നു. അതുകൊണ്ട് ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് നീ പുനഃപരിശോധന ചെയ്ത് അവിടം ക്രമീകരിക്കുക എന്ന് കർത്താവ് യോഹന്നാനിൽ കൂടി ബുദ്ധി ഉപദേശിക്കുകയാണ് സഭയോട്. ഇനി ഇത് സഭയ്ക്ക് മാത്രമല്ല, നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലും എടുക്കാവുന്ന ഒരു ദൂതാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന സ്നേഹം ഇന്ന് ഉണ്ടോ എന്ന്, ആദ്യകാലത്തുണ്ടായിരുന്ന തീഷ്ണത ഇന്ന് നമ്മിൽ ഉണ്ടോ എന്ന് നാം വിശകലനം ചെയ്യണം. നമ്മുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കണം. ആദ്യകാലത്ത് വചനം വായിക്കുവാൻ കാണിച്ച ശുഷ്കാന്തി, ആദ്യകാലത്ത് പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ കാണിച്ച ശുഷ്കാന്തി, ആദ്യകാലത്ത് ഞാൻ വചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കാണിച്ച ശുഷ്കാന്തി ഇന്ന് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? വഴിയരികെ എവിടെയെങ്കിലും അത് ഉപേക്ഷിക്കപ്പെട്ടുവോ എന്ന് നാം പുനഃപരിശോധിക്കണം. സഭ പുനഃപരിശോധിക്കണം. അനേക പ്രയാസങ്ങളിൽ കൂടി, ബുദ്ധിമുട്ടുകളിൽ കൂടി, കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന മറ്റൊരു സഭയുണ്ട്. ആ സഭയാണോ നിങ്ങളുടെ സഭ? ആ വ്യക്തിയാണോ നിങ്ങളെന്ന് കർത്താവ് നമ്മളോട് പറയുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്തെ ഞാനും നിന്നെ കാക്കും. ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന ഒരു പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതിന് ബൃഹത്തായ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ നാം വ്യക്തിപരമായിട്ട്, നാം സഭാപരമായിട്ട് പരീക്ഷകൾ സഹിക്കുകയും പരീക്ഷകളെ അതിജീവിക്കുകയും ചെയ്ത് വിജയശ്രീലാളിതരായി മുൻപോട്ട് പോകുന്ന വ്യക്തികളാണ് എങ്കിൽ, അങ്ങനെ മുൻപോട്ട് പോകുന്ന സഭകളാണ് എങ്കിൽ, കർത്താവ് പറയുകയാണ്, ഭൂതലത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന ഒരു പരീക്ഷാ കാലഘട്ടമുണ്ട്. അന്ന് ഞാൻ നിങ്ങളെ പരിപാലിക്കും. എന്റെ ചിറകിന്റെ കീഴിൽ ഞാൻ നിങ്ങളെ മറച്ചുകൊള്ളും. ആ ഭൂതലത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്തിന്റെ ബൃഹത്തായ അർത്ഥം 7 വർഷത്തെ മഹോപദ്രവ കാലത്ത് വരുവാനിരിക്കുന്ന ആ വലിയ കോപത്തിൽ ഞാൻ എൻ്റെ സഭയെ
സഭയെ ആ എന്റെ കൈക്കുമ്പിളിലാക്കി എന്റെ ചിറകിന്റെ മറവിൽ ഞാൻ അവരെ മറച്ചുകൊള്ളും എന്ന ഒരു വലിയ അർത്ഥം അവിടെ ധ്വനിക്കുന്നുണ്ട്. നാം പരീക്ഷ സഹിക്കുന്ന മനുഷ്യരാണെങ്കിൽ, പരീക്ഷയിൽ വിജയിക്കുന്ന മനുഷ്യരാണെങ്കിൽ, നാം അവിടെ ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുണ്ട്. അത് നമ്മളാണോ? അത് നമ്മുടെ സഭയാണോ? നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതുപോലെ ലവോഡീഷ്യ സഭയോട് പറയുകയാണ്, നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല. neither cold nor hot, you are lukewarm. ശീതോഷ്ണവാനാകയാൽ, ശീതവാനുമല്ല നീ, നീ ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണു കളയും. ഇത് വ്യക്തികളോടല്ല പറയുന്നതെന്ന് ഓർക്കണം, സഭയോട്, സഭയുടെ ദൂതനോടാണ് ഇത് കർത്താവ് പറയുന്നത്. ആ സഭയുടെ ദൂതനോട്, സഭയുടെ അഭിഷിക്തനോട്, പുരോഹിതനോടോ ആ സഭയുടെ ശുശ്രൂഷക്കാരനോടോ പറയുകയാണ്, നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും എന്ന് പറഞ്ഞാൽ ആ സഭയെ അവിടെ നിന്ന് മാറ്റിക്കളയുമെന്ന അർത്ഥം, വ്യക്തികളെ മാറ്റിക്കളയുമെന്നുള്ള അർത്ഥമല്ല. കാരണം ഇത് എല്ലാവരും വിശ്വസിച്ച് ദൈവസഭയിലേക്ക് വന്ന സഭയുടെ കൂട്ടത്തിനായി എഴുതുന്നു, വീണ്ടും ജനിച്ച സഭയുടെ കൂട്ടത്തിനായി എഴുതുന്നത്. അതുകൊണ്ട് നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, എങ്കിൽ നീ ശീതോഷ്ണവാനാണ്. അതുകൊണ്ട് നീ ഒന്നുകിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഐ വിൽ സ്പ്യൂ യു ഔട്ട് എന്ന് എഴുതിയിരിക്കുന്നു. നിന്നെ തുപ്പിക്കളയും എന്ന് പറഞ്ഞാൽ ആ സഭ ഇല്ലാതായി പോകും എന്ന അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വേറൊരു സഭയോട് പറയുന്നു, നീ അങ്ങനെ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ വന്നിട്ട് നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്നും മാറ്റിക്കളയും എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവം മാറ്റിക്കളയുമെന്നല്ല, വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഒരു വ്യക്തിയെ മാറ്റിക്കളയുമെന്നല്ല. ആ നിലവിളക്കുകൾ 7 സഭകളാകുന്നു എന്ന് വെളിപാട് പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുന്നു. ആ സഭയെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റിക്കളയും എന്നാണ് അവിടെ അർത്ഥം. നിന്റെ നിലവിളക്ക് ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും എന്ന് പറയും. മറ്റൊരു സഭയോട് പറയുകയാണ്, നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരും, എന്നാൽ നീ മരിച്ചവനാണ്. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ട്, എന്നാൽ നീ ഇപ്പോൾ മരിച്ചവനെ പോലെ കിടക്കുകയാണ്, മരിച്ച അവസ്ഥയിൽ നീ മയങ്ങുകയാണ്. ഇത് നമ്മളോട് ആരോടെങ്കിലുമാണോ കർത്താവ് പറയുന്നത്? ചിന്തിക്കുക. ഇത് നാം ഉൾപ്പെടുന്ന സഭയോടാണോ പറയുന്നത്? ചിന്തിക്കുക. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ട്, എന്നാൽ നീ മരിച്ചവനാണ്. എന്നോടാണോ പറയുന്നത്? തിരിഞ്ഞു നോക്കുക. ഞാൻ ഉൾപ്പെടുന്ന സഭയോടാണോ പറയുന്നത്? തിരിഞ്ഞു നോക്കുക. ജീവനുണ്ടെന്ന് പേരുണ്ട്, എന്നാൽ മരിച്ചവനാണ്. മറ്റൊരു സഭയോട് പറയുന്നു, ഞാന് നിന്റെ സഭയുടെ ഉള്ളിലില്ല, ഞാൻ പുറത്താണ്, എന്നെ സഭയ്ക്കകത്ത് കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തികൾ എല്ലാവരും വീണ്ടും ജനിച്ചവരാണ്, വീണ്ടും ജനിക്കാത്തവരാണെന്നല്ല അർത്ഥം. എന്നാൽ ആ സഭയിൽ എന്നെ നിങ്ങൾ കയറ്റിയിട്ടില്ല, ഞാൻ പുറത്തു നിൽക്കുക. ഞാൻ പുറത്തു നിന്ന് വാതിൽക്ക് മുട്ടുകയാണ്. പള്ളിയുടെ വാതിൽക്കൽ, സഭയുടെ ആ വലിയ വാതിൽക്കൽ ഞാൻ മുട്ടുകയാണ്. നോക്ക് 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 നോക്ക്. എന്നെ അകത്ത് പ്രവേശിപ്പിക്കുവാൻ ഞാൻ വാതിൽക്കൽ മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം. ഹല്ലേലൂയ. വ്യക്തികളോടാണ് ഇത് പറയുന്നതെങ്കിൽ ഇന്ന് മനസ്സാന്തരപ്പെടുക. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോടാണ് ഇത് പറയുന്നതെങ്കിൽ മനസ്സാന്തരപ്പെടുക. സഭാ നേതൃത്വം, പുരോഹിതന്മാർ, ഉപദേശിമാർ,
സുവിശേഷകന്മാർ, അപ്പസ്തോലന്മാർ, സുവിശേഷം പ്രസംഗിക്കുന്നവർ മനസ്സാന്തരപ്പെടുക. അവരുടെ പ്രതിഫലം അല്ല എങ്കിൽ മാറ്റപ്പെട്ടു പോകും. അവരുടെ കിരീടം അല്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകും. വീണ്ടും പറയട്ടെ, വീണ്ടും ജനിച്ചവർ അവിടെ നിന്ന് മാറിപ്പോകുമെന്നല്ല, അവരുടെ പ്രതിഫലം, അവരുടെ നിലവിളക്ക് മാറിപ്പോകും. അവർക്ക് കിട്ടേണ്ട മന്ന കൊടുക്കാതെ വരും. അവർക്ക് കിട്ടേണ്ട കിരീടം അവർക്ക് നഷ്ടപ്പെട്ടു പോകും. സഭ ശിഥിലമായി പോകും. അതുകൊണ്ട് ഞാന് അകത്തുനിന്ന് നിന്റെ വാതിൽക്കൽ മുട്ടുകയാണ്, നിന്റെ സഭയുടെ വാതിൽക്കൽ മുട്ടുകയാണ്. വ്യക്തിയാണെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ ഞാൻ ഇന്ന് മുട്ടുകയാണ്. എനിക്ക് വേണ്ട പ്രാധാന്യം, എനിക്ക് നൽകേണ്ട ബഹുമാനവും ആരാധനയും നീ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ പഴയതുപോലെ നീ ഇന്ന് നൽകുന്നില്ല. എന്നെ നിന്റെ ജീവിതത്തിന്റെ പ്രധാന വ്യക്തിയായിട്ട്, പ്രധാന ജീവിതത്തിന്റെ രാജാവും കർത്താവുമായിട്ട് നീ ഇന്ന് പ്രതിഷ്ഠിച്ചിട്ടില്ല. പണ്ടൊരിക്കൽ നീ പ്രതിഷ്ഠിച്ചിരുന്നു. ഇന്ന് ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു മൂലയിലേക്ക് മാറ്റപ്പെട്ടു. ഞാൻ അവിടെ ഉണ്ട്, ഒരു മൂലയിലേക്ക് മാറ്റപ്പെട്ടു. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കണം. നീ മനസ്സാന്തരപ്പെടണം. നിന്റെ ജീവിതത്തിന്റെ രാജാതി രാജാവും കർത്താതി കർത്താവുമായി നീ എന്നെ പ്രതിഷ്ഠിക്കണം എന്ന് കർത്താവ് ബുദ്ധി ഉപദേശിക്കുകയാണ് യോഹന്നാനിൽ കൂടി നമ്മളോട് ഓരോരുത്തരോടും. ഇത് കേൾക്കുന്ന വ്യക്തി നമ്മളാണ് എങ്കിൽ മനസ്സാന്തരപ്പെടണം. ഇത് കേൾക്കുന്ന വ്യക്തി നാം ഉൾപ്പെടുന്ന സഭയാണെങ്കിൽ സഭ മനസ്സാന്തരപ്പെടണം. ഫിലഡൽഫിയ സഭയോടും സ്മിർന സഭയോടും പറയുകയാണ്, നിങ്ങളിൽ പ്രത്യേകിച്ച് കുറവുകളും കുറ്റങ്ങളും ഒന്നും ഞാൻ കണ്ടില്ല. അങ്ങനെയുള്ള സഭയുണ്ടെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. നാം ഓരോരുത്തരും ആ സഭയുടെ ഭാഗങ്ങളാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് സ്തോത്രം പറയുക. ആ വ്യക്തികൾ നമ്മളാണ് എങ്കിൽ ദൈവത്തെ വാഴ്ത്തുക, സ്തുതിക്കുക. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അവൻ മുൻപോട്ട് നമ്മെ നയിക്കുന്ന ദൈവമാണ്. മറ്റൊരു സഭയോട് പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നീ മൃതപ്രാണനാണ്, നിനക്കൊരല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം വിട്ടുമാറിയിട്ടില്ല, നീ എന്റെ നാമം ഉപേക്ഷിച്ചിട്ടില്ല എന്നൊരു സഭയോട് പറയുക. നിനക്ക് അല്പമേ ശക്തിയുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിലും, നീ ഒരല്പപ്രാണിയാണെങ്കിലും, നീ എന്റെ വചനം വിട്ടു മാറിയിട്ടില്ല എങ്കിൽ, നീ എന്റെ നാമം ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ, നീ എന്റെ നാമത്തോട് കാണിക്കുന്ന ആദരവും സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം ഉള്ള ഒരു വ്യക്തിയല്ല ഞാനത് ഓർക്കുന്നുണ്ട്. നീ മുന്നോട്ട് പോകുക, നിന്റെ അല്പശക്തി ഉപയോഗിച്ച് നീ മുന്നോട്ട് പോകുക. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് കർത്താവ് ഇന്ന് നമ്മളോട് ഓരോരുത്തരും പറയുക. ആരെങ്കിലും ഉണ്ടോ അല്പം മാത്രമേ ജീവനുള്ളവരായിട്ട്? അങ്ങനെ നിങ്ങൾ കരുതുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ്, he give you a pat on your back. നിങ്ങളുടെ പുറത്തൊന്ന് തട്ടിയിട്ട് കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കൊള്ളുക, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിനക്ക് അല്പമുള്ള ആ ശേഷിയോടുകൂടി, അല്പമുള്ള ആ ധൈര്യത്തോടുകൂടി, അല്പബലത്തോടുകൂടി മുൻപോട്ട് പൊക്കൊള്ളുക. ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സഭയാണോ? ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കൊള്ളുക. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. നമുക്ക് വായിക്കാം റെവലേഷൻ 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട് ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നു,
വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് യോഹന്നാനോട് 1-ാം അധ്യായത്തിൽ സംസാരിച്ച യേശു, അവന്റെ ശബ്ദം കാഹളനാദം പോലെ അവനൊരു ശബ്ദം പുറപ്പെടുവിച്ചു യോഹന്നാന്റെ കർണപുടങ്ങളിലേക്ക്. ആ ശബ്ദം ആഞ്ഞടിക്കുകയാണ്. 4-ാം അധ്യായമാണ്. എന്താണ് ആ ശബ്ദം കേട്ടത്? യോഹന്നാന്റെ കർണപുടങ്ങളിൽ വന്ന് പതിച്ച ആ ശബ്ദം എന്താണ്? ഇവിടെ കയറി വരിക, come upon here, ഇവിടെ കയറി വരിക എന്ന കാഹളനാദം, like the sound of a trumpet, കാഹളത്തിന്റെ നാദത്തിനൊത്തവണ്ണം ഇവിടെ കയറി വരിക എന്ന് യോഹന്നാൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട പൊടുന്നനെ, ആ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ യോഹന്നാൻ എന്ത് സംഭവിച്ചു എന്നറിയാമോ? He was translated instantly and found himself in heaven standing before the throne of God. ആ ശബ്ദം ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ ശബ്ദം കേട്ട കണ്ണ് തുറക്കുന്നതിനിടയിൽ യോഹന്നാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. He is no more on the island of Patmos. അവൻ പത്മോസ് ദ്വീപിലില്ല. ശബ്ദം കേട്ടു. കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് യോഹന്നാനെ പത്മോസ് ദ്വീപിൽ കാണാനില്ല. യോഹന്നാനെ കണ്ടത് എവിടെയാ? സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ യോഹന്നാൻ നിൽക്കുകയാണ്. സൗണ്ട്സ് ഫെമിലിയർ? റാപ്ചറിനെ കാണിക്കുന്നു ഇത്. 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നു. ഇവിടെ കയറി വരിക. 1 തെസ്സലോനിയൻ 4:16, 17, 18 വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. This is rapture. ആ റാപ്ചർ ആണ് നാം 4-ാം അധ്യായത്തിൽ മറ്റൊരു ഭാഷയിൽ, മറ്റൊരു വിവർത്തനത്തിൽ കൂടെ കണ്ടത്. ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. കാഹളനാദം പോലെയുള്ള ശബ്ദം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ക്രിസ്തുവിന്റെ കാഹളത്തോടും കൂടെ വരും. മരിച്ചവർ ആദ്യമേ എഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം യോഹന്നാനെ പോലെ കണ്ണ് അടച്ച് തുറക്കുന്നതിനു മുമ്പ് കാഹളധ്വനി കേൾക്കുമ്പോൾ, കണ്ണ് അടച്ച് തുറക്കപ്പെടുന്നതിന് മുമ്പ് വിശ്വാസികളായ നാം പല പട്ടണങ്ങളിലും കാണത്തില്ല. അവിടുന്ന് എടുക്കപ്പെടും. ഹ്യൂസ്റ്റണിൽ കാണപ്പെടത്തില്ല, ഓസ്ട്രേലിയയിൽ കാണപ്പെടത്തില്ല, ബാംഗ്ലൂരിൽ കാണപ്പെടത്തില്ല, ഫ്ലോറിഡയിൽ കാണപ്പെടത്തില്ല, ഓസ്റ്റിനിൽ കാണപ്പെടത്തില്ല, പലയിടത്തും കാണപ്പെടത്തില്ല. നാം ആയിരിക്കുന്ന സിറ്റികളിൽ കാണപ്പെടത്തില്ല, കാനഡയിൽ കാണപ്പെടത്തില്ല. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് യോഹന്നാൻ കേട്ട ശബ്ദത്തിന്റെ മുൻപിൽ നാം ഇവിടുന്ന് മാറ്റപ്പെടും. ഞാൻ പറഞ്ഞു, ആക്സിഡന്റ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് സൈനോ ഒന്നും കാണിച്ചിട്ടല്ല.
ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടല്ല, അതിനുള്ള എന്തെങ്കിലും സൈൻ കാണിച്ചിട്ടല്ല ആക്സിഡന്റ് ഉണ്ടാകുന്നത്. വന്നു, പിടിച്ചു, കഴിഞ്ഞു. ആ നിമിഷമായിരിക്കും, കഴിയുമ്പോഴായിരിക്കും നാം അറിയുന്നത് ആക്സിഡന്റിൽ പെട്ടു എന്ന് പറയുന്നത് പോലെ അതിന്റെ പോസിറ്റീവ് സൈഡിൽ ഇവിടെ കയറി വരിക എന്ന ഒരു കാഹളത്തിനൊത്ത ക്രിസ്തുവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ യോഹന്നാനെ പോലെ ഇടയിൽ നാം രൂപാന്തരപ്പെടും. സ്വർഗീയ ശരീരങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടുന്ന് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ട് മധ്യാകാശത്തിൽ യേശുവിനെ എതിരേൽക്കുവാൻ നാം എല്ലാവരും എടുക്കപ്പെടും. ഇവിടെ നാം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചു, നിങ്ങൾ പരീക്ഷ സഹിക്കുന്നത് കൊണ്ട് ഭൂതലത്തിൽ എങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷ വരുമ്പോൾ ഞാൻ എൻ്റെ ചിറകിന്റെ കീഴിൽ നിങ്ങളെ, സഭയെ കാത്തുപരിപാലിക്കും. അതൊരു തെളിവാണ്. സഭ ഈ മഹോപദ്രവ കാലത്തിന് മുമ്പ് മാറ്റപ്പെടും എന്നുള്ളതിന്. സഭ മാറ്റപ്പെട്ടതിന് ശേഷമായിരിക്കും മഹോപദ്രവകാലം ആരംഭിക്കുന്നത്. വീണ്ടും ജനിച്ച്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട്, അല്ലെങ്കിൽ നിക്കോഡിമോസിനോട് യോഹന്നാൻ 3-ൽ പറഞ്ഞതുപോലെ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവരുടെ കൂട്ടമാണ് സഭ. അതെല്ലാ സഭാ വിഭാഗങ്ങളിലും ഉൾപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. അവരെടുക്കപ്പെടുവാൻ പോകുകയാണ്. ആ ക്രോധ ദിവസം വരുന്നതിന് മുമ്പ് കർത്താവ് അവരെ തന്റെ കൈക്കുമ്പിളിലാക്കി സഭയെ ഇവിടുന്ന് അങ്ങ് മാറ്റും. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് നാം എപ്രകാരമാണ് വായിക്കുന്നത്? അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ എത്ര അധികമായി ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും, ദ റാത്ത് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കോപത്തിൽ നിന്നും, അതായത് മഹോപദ്രവ കാലത്ത് സംഭവിക്കുവാനിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ക്രോധത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. ക്രോധം വരുന്നതിന് മുമ്പ് അവൻ നമ്മെ ചിറകിൻ കീഴിലാക്കി അവൻ നമ്മെ പരിപാലിക്കും. മഹോപദ്രവ കാലത്ത് ഈനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവനെ കണ്ടില്ല. നോഹയുടെ കാലത്ത് ജലപ്രളയം വരുന്ന ഭൂമി മുഴുവൻ മുക്കിക്കളഞ്ഞ് ഭൂമിയിലുള്ള എല്ലാവരെയും ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നീതിമാനായ ഹാനോക്കിനെ ദൈവം കൈക്കുമ്പിളിലാക്കി അങ്ങ് മാറ്റി. ഭൂമിയിലുള്ള സകല നിവാസികളെയും, ഭൂസീമാവാസികളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് മുമ്പ് നീതിമാനായ നോഹയെയും കുടുംബത്തെയും ദൈവം തന്റെ ചിറകിൻ കീഴിലാക്കി അവരെ മാറ്റി നിർത്തി, ഒരു പെട്ടകത്തിലാക്കി അവരെ ആ പെട്ടകത്തിൽ കൂടി അങ്ങ് രക്ഷിച്ചു. സോദോമും ഗോമോറായും നശിപ്പിക്കുന്നതിന് മുമ്പ് നീതിമാനായ ലോത്തിനെ അവിടെ നിന്ന് മാറ്റി. ഹല്ലേലൂയ. നീതിമാനായ ലോത്തിനെ സോദോമും ഗോമോറായും നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം തന്റെ ക്രോധ ദിവസത്തിൽ നിന്നും അവനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് അവനെ അങ്ങ് മാറ്റി നിർത്തി. എന്നിട്ട് ലോത്ത് മാറിക്കഴിഞ്ഞപ്പോൾ തന്റെ ക്രോധം ഭൂമിയിലേക്ക്, ആ പട്ടണങ്ങളിലേക്ക് ചൊരിഞ്ഞു. 10 പേര്
10 ചാരന്മാർ, 10 സ്പൈസ് ജെറിക്കോ പട്ടണം ഒറ്റുനോക്കുവാൻ പോയി. റേഹബ് എന്ന വേശ്യ അവരെ സ്വീകരിച്ചു. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു, അവരെ ഒളിപ്പിച്ചു. അതുകൊണ്ട് 10 സ്പൈസിനെയും ആ റേഹാബ് എന്ന വേശ്യയെയും അനർത്ഥം വരുന്നതിന് മുമ്പ്, ജെറിക്കോ പട്ടണം തകർക്കപ്പെടുന്നതിന് മുമ്പ് ദൈവം തന്റെ ചിറകിൻ മറവിൽ അവരെ ഒളിപ്പിച്ചു. എന്റെ ജനമായുള്ളവളെ തൻ അരികിൽ പോകാതിൻ വാതിൽ അടയ്ക്കാം. ക്രോധം കഴിഞ്ഞു പോളം തെല്ലിടയിൽ, ക്രോധം കഴിഞ്ഞു പോളം തെല്ലിടയിൽ, എന്റെ ജനമായുള്ളവളെ തൻ അറയിൽ പോകാതിൻ വാതിൽ അടയ്ക്കാൻ. ക്രോധം കഴിഞ്ഞു പോളം തെല്ലിടയിൽ, ക്രോധം കഴിഞ്ഞു പോളം തെല്ലിടയിൽ. ആ ക്രോധം കഴിയുന്നതിന് മുമ്പ് തന്റെ ജനത്തെ, ആ അനർത്ഥത്തിന് മുമ്പ്, ആ ദൈവത്തിന്റെ ക്രോധത്തിന് മുമ്പ് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് മധ്യാകാശത്തിലേക്ക് സഭ എഴുന്നള്ളുകയാണ് മണവാളനെ എതിരേൽക്കുവാൻ. മണവാളനെ എതിരേറ്റ ശേഷം ആ സഭ മണവാളനോടൊപ്പം മടങ്ങി സ്വർഗത്തിലേക്ക് സഭ മടങ്ങിപ്പോകുന്നതാണ്. സഭ മണവാളനോടൊപ്പം മടങ്ങിപ്പോകുന്നു. സ്വർഗത്തിലെത്തിയ ശേഷം മണവാട്ടി സഭയ്ക്ക് ഒരു റിസറക്റ്റഡ് ബോഡി, ഒരു ഗ്ലോറിഫൈഡ് ബോഡി, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഈ ഭൗതിക ശരീരം ഉരിഞ്ഞിട്ടിട്ട് ഒരു പുതിയ മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം ആ സഭയ്ക്ക് ലഭിക്കുകയാണ്. ആ ശരീരം, പുതിയ ഒരു സ്വർഗീയ ശരീരം സഭയ്ക്ക് ലഭിക്കുകയാണ് മണവാളനോടൊപ്പം വേളി കഴിക്കുന്നതിന് മുമ്പായിട്ട് സഭയ്ക്ക് ലഭിക്കുന്നു. 2 കൊരിന്ത്യർ 5:1 മുതൽ 2 വരെയുള്ള വാക്യത്തില് നാം വായിക്കുന്നു, എപ്രകാരമുള്ളതായിരിക്കും ആ ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വീകരിക്കപ്പെട്ട ആ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് ഭൂമിയിൽ താമസിക്കുവാൻ സാധിക്കുമോ? നാം ഓരോരുത്തരും പ്രാപിക്കുവാനിരിക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനിരിക്കുന്ന ഈ ഭൗമ ശരീരമല്ല, മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? എന്താണ് ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിനുള്ള പുതുമകൾ? വായിക്കും. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചത്, നാം വായിക്കുന്നുണ്ട്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കും. ചത്തു കഴിഞ്ഞാലോ അത് ഒരു കോതമ്പായിട്ട് അനേക കോതമ്പ് മണികൾ അതിൽ നിന്ന് ഉളവാകുന്നു. പൗലോസ് അപ്പോസ്തലന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ റിസറക്ഷൻ ചാപ്റ്ററില് പറയുകയാണ്, നീ വിതച്ചത് വെറുതെ ഇരിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് പുതിയതൊന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് ഒരു നെൽമണി, ഒരു കോതമ്പിന്റെ മണി നിലത്തോട്ടിട്ട് കഴിഞ്ഞാൽ അത് അഴുകി അത് ചാകുന്നു. അത് ചത്തു കഴിഞ്ഞാൽ ആ മണിയിൽ നിന്ന് തന്നെ ആണ് ഒരു പ്ലാന്റ് മുളച്ചു വരുന്നത്. ആ മണിയിൽ നിന്ന് തന്നെയാണ് ഒരു പ്ലാന്റ് മുളച്ചു വരുന്നത്.
എന്നാൽ ആ കോതമ്പ് മണിയും ആ പ്ലാന്റും നോക്കിയാൽ they are entirely different. എന്നാൽ ആ കോതമ്പ് മണിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പ്ലാന്റിന്റെ ശരീരം വന്നത്. അപ്പോൾ റിസറക്റ്റഡ് ബോഡിയെയും ഭൗമിക ബോഡിയെയും തമ്മിൽ താരതമ്യം ചെയ്യുവാൻ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ഉദാഹരണം, ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു കോതമ്പ് മണി നമ്മുടെ ഈ ഭൗതിക ശരീരത്തോട് തുല്യമാണ്. അത് മണ്ണിൽ വീഴുമ്പോൾ അത് അഴുകാൻ ആരംഭിക്കും. അത് വെള്ളം വീഴുമ്പോൾ, അതിന്റെ പുറത്ത് വെള്ളം വീഴുമ്പോൾ, നല്ല ഒരു അറ്റ്മോസ്ഫിയർ, നല്ല കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ അത് അഴുകാൻ ആരംഭിക്കും. വേദനകളുണ്ട്, മരണമുണ്ട്, ദീനമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, ഏജിങ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം ബാധിക്ക് അത് ചത്തു കഴിയുമ്പോൾ അതിൽ നിന്നൊരു കോതമ്പ് പ്ലാന്റ് ഉയർത്തെഴുന്നേറ്റ് വരും. അപ്പോൾ ഈ ഭൗതിക ശരീരത്തിന് വേദനയുണ്ട്, ഭൗതിക ശരീരത്തിന് പ്രായം ഈ ഭൗതിക ശരീരത്തെ ബാധിക്കും, രോഗങ്ങൾ ഈ ഭൗതിക ശരീരത്തിന് വരാം. രോഗസൗഖ്യം നമുക്കുണ്ട്, എങ്കിലും ഈ ശരീരത്തിന് രോഗങ്ങളും വേദനകളും ഏജിങ്ങും ഈ ശരീരത്തെ ബാധിക്കും. ഈ ശരീരത്തിന് അഴുകലുണ്ടാകും, ഈ ശരീരത്തിന് മുറിവുകൾ ഏൽക്കും. എന്നാൽ അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ഉയർത്തു വരുന്നത് മറ്റൊരു ശരീരമാണ്. കോതമ്പ് പ്ലാന്റും കോതമ്പും എൻറ്റയർലി ഡിഫറന്റ് ആണ്. മോശ സമാഗമന കൂടാരം മോശ പണിതു. മോശ സമാഗമന കൂടാരം പണിത് മരുഭൂമിയിൽ കൂടി ആ സമാഗമന കൂടാരവുമായി അവർ യാത്ര ചെയ്തു. അവർ പിന്നീട് ശലോമോൻ ദേവാലയം പണിതു. ടാബർനാക്കിൾ, സമാഗമന കൂടാരം മോശ മരുഭൂമിയിൽ പണിതു. പിന്നീട് ശലോമോൻ ദേവാലയം പണിതു. മണ്ണുകൊണ്ടും ഇഷ്ടിക കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ ദേവാലയം പണിതു. ഇങ്ങനെ ഒരു വാക്യമാണ്. ഭൗമമായ ഈ കൂടാരം വിട്ട് ഒഴിഞ്ഞു പോകും. ഭൗതികമായ നമ്മുടെ ഈ കൂടാരം, നമ്മുടെ ഈ ടെന്റ്, നമ്മുടെ ഈ ടാബർനാക്കിൾ വിട്ട് നമ്മള് കൈപ്പണി അല്ലാത്ത ഒരു കൊട്ടാരത്തിലേക്ക്, ഒരു ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു. ആ ടെന്റ് അല്ലെങ്കിൽ ടാബർനാക്കിൾ കാണിക്കുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തെയാണ്. അത് അടിച്ച് ഉടച്ച് മാറിപ്പോകാവുന്നതാണ്. ദാറ്റ് ഈസ് ടെമ്പററി. യാത്ര ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരാ സമാഗമന കൂടാരം എല്ലാം ഉടച്ച് അവരതെല്ലാം പാക്ക് ചെയ്ത് വേറൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ടെന്റ്, ഈ ടാബർനാക്കിൾ, ഈ സമാഗമന കൂടാരം നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ സൂചിപ്പിക്കുമ്പോൾ കൈപ്പണി അല്ലാത്ത നിത്യമായ ഒരു കൊട്ടാരം, ഒരു ഭവനം, ഒരു ടെമ്പിൾ, ഒരു ബിൽഡിങ്, ശലോമോന്റെ മണ്ണുകൊണ്ടും കട്ടകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച അത് കാണിക്കുന്നത് നമ്മുടെ സ്വർഗീയ ശരീരത്തെയാണ്. നമുക്ക് അങ്ങനെ ഒരു ശരീരം ലഭിക്കും. ഇനിയും ആ സ്വർഗീയ ശരീരത്തിനുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഭൗമഭവൻ അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. കൂടാരമായ നമ്മുടെ ഈ ഭൗമ ശരീരം, ടാബർനാക്കിൾ, ടെന്റ്, മോശ പണിത ടെന്റ്, ഇത് അഴിഞ്ഞു പോയാൽ സ്വർഗീയമായതും കൈകൊണ്ട് പണിഞ്ഞിട്ടില്ലാത്തതുമായ ഒരു കൊട്ടാരം, ഒരു ഭവനം, ഒരു ബിൽഡിംഗ് നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
നമ്മൾ ഇന്ന് ടാബർനാക്കിലാണ്, ടെന്റിലാണ്. ഈ ടെന്റിനുള്ള ഈ ടെന്റ് കഴിയുമ്പോൾ ഒരു ഗ്ലോറിഫൈഡ് ബോഡി നമുക്ക് കിട്ടും. ശലോമോന്റെ ദേവാലയം പോലെ ഒരു ദേവാലയമാണ് നമ്മുടെ അന്ന് കിട്ടുന്ന സ്വർഗീയ ശരീരം. ആ സ്വർഗീയ ശരീരത്തിനുള്ള പ്രത്യേകതകൾ എന്താണെന്നറിയാമോ? ആ സ്വർഗീയ ശരീരം ഭൂമിയിൽ ജീവിക്കുവാൻ പറ്റിയ ഭൗതികവുമായിരിക്കും. ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയതായിരിക്കും ആ സ്വർഗീയ ശരീരം. കാരണം ആ സ്വർഗീയ ശരീരത്തോടു കൂടിയാണ് സഭ മടങ്ങി വന്ന് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴുന്നത്. ആ സ്വർഗീയ ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ സ്വർഗീയ ശരീരത്തെ തൊടാൻ പറ്റും. തോമസേ, നീ നിന്റെ വിരല് ഇങ്ങോട്ട് നീട്ടി എന്റെ അടിപ്പിണരിൽ ഒന്ന് തൊടുക, എന്നെ ഒന്ന് തൊടുക. ഈ സ്വർഗീയ ശരീരത്തെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ നാം ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പോകുന്ന ഭൗതികമായതും കലർന്ന സ്വർഗീയ ശരീരത്തെ, ഗ്ലോറിഫൈഡ് ബോഡിയെ തൊടുവാൻ സാധിക്കും. ഈ ഗ്ലോറിഫൈഡ് ബോഡിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും. കർത്താവ് ശിഷ്യന്മാരോട് ചേർന്നിരുന്ന് അവിടുന്ന് ആഹാരം കഴിച്ചത് നാം ഓർക്കുന്നുണ്ട്. ആ സ്വർഗീയ ശരീരത്തിന് ആഹാരം കഴിക്കുവാൻ സാധിക്കും. ആ സ്വർഗീയ ശരീരം ഭൗമികവുമായിരിക്കും. കർത്താവിന്റെ ആ സ്വർഗീയ ശരീരത്തിന്മേൽ അവൻ ആ ഭൗതിക ശരീരത്തിൽ ഏറ്റ പാടുകൾ അവനിങ്ങനെ കാണിച്ചല്ലേ. ഇസ്രയേൽ ആ കുത്തിയവങ്കിലേക്ക് നോക്കി അവർ മശിഹ എന്ന് തിരിച്ചറിഞ്ഞു. കുത്തിയവങ്കിലേക്ക് നോക്കി എന്ന് പറയുമ്പോൾ ഇപ്പം കുത്തിയവൻ നിൽക്കുന്നത് സ്വർഗീയ ശരീരത്തിലാ. എന്നാൽ അവൻ ഭൗതിക ശരീരത്തിൽ ഏറ്റ ആ പാടുകൾ അവന്റെ സ്വർഗീയ ശരീരത്തിലുണ്ട്. സ്വർഗീയ ശരീരത്തിന്, ഈ സ്വർഗീയ ശരീരത്തെ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ശിഷ്യന്മാർ 50 ദിവസം കണ്ടു. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗീയ ശരീരം പ്രാപിച്ചു. ആ സ്വർഗീയ ശരീരവുമായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ശിഷ്യന്മാരോടൊപ്പം 40 ദിവസം, 50 ദിവസം അല്ല, 40 ദിവസം സ്പെൻഡ് ചെയ്തു. ആ 40 ദിവസവും ശിഷ്യന്മാർ വിശ്വസിച്ചവർ അവനെ കണ്ടു. വിശ്വസിക്കാഞ്ഞവർക്ക് അവൻ മറഞ്ഞിരുന്നു, അവനെ കാണുവാൻ സാധിച്ചില്ല. വിശ്വസിച്ചവർക്ക് അവന്റെ സ്വർഗീയ ശരീരത്തിൽ അവനെ കാണുവാൻ സാധിച്ചു. അപ്പോൾ സ്വർഗീയ ശരീരത്തെ നമ്മുടെ ഈ നഗ്ന നേത്രങ്ങളാൽ, ഇന്നിരിക്കുന്ന ഭൗതിക ശരീരത്തിലുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന സ്വർഗീയ ശരീരം. ഇനിയും സ്വർഗീയ ശരീരത്തിന് മരണമില്ല. മരണം സ്വർഗീയ ശരീരത്തെ ഇനിയും തൊടുവാൻ ഒക്കത്തില്ല. കാരണം മില്ലേനിയത്തിലേക്ക് തിരിച്ചു വരുന്ന സഭയ്ക്ക്, ഗ്ലോറിഫൈഡ് ബോഡിയിൽ, ഹെവൻലി ബോഡിയിൽ തിരിച്ചു വരുന്ന സഭയ്ക്ക് മരണമില്ല. സ്വർഗീയ ശരീരത്തിന് ഡീകേ ബാധിക്കത്തില്ല. സ്വർഗീയ ശരീരത്തെ വേദന ബാധിക്കത്തില്ല. സ്വർഗീയ ശരീരത്തിന് രോഗമുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഈ കോതമ്പ് മണിയിൽ നിന്ന് തന്നെയാണ് സ്വർഗീയ ശരീരം ഉണ്ടാകുന്നത്. എന്നാൽ സ്വർഗീയ ശരീരത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഇനിയും ഈ ഒരവസ്ഥയിലേക്ക്, ഗ്ലോറിഫൈഡ് ബോഡി നാം പ്രാപിക്കുവാൻ പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. റാപ്ചർ ഏതു നിമിഷവും സംഭവിക്കുവാൻ പോവുകയാണ്. കർത്താവിന്റെ വരവ് ഏതു നിമിഷവും സംഭവിക്കുവാൻ പോവുകയാണ്. അത് സംഭവിക്കുന്നത് വരെ, ക്രോധം കഴിയുവോളം അധർമ്മമൂർത്തിയായവൻ പ്രത്യക്ഷപ്പെടാതെ ഇരിക്കേണ്ടതിന് തടുക്കുന്നവൻ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുക. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി, ഇപ്പുറത്ത് സഭയെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി റിസ്ട്രെയിനർ, അധർമ്മമൂർത്തിയായവനെ തടുക്കുന്നവനായ പരിശുദ്ധാത്മാവ്
അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുക. ഇപ്പോൾ അവിടെ നിന്നാ മതി. അവൻ ഈ ഭൂമിയിലുണ്ട്. അധർമ്മമൂർത്തിയായ ആന്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഭൂമിയിൽ ഉണ്ട്. അവൻ ആരാന്ന് നമുക്കറിയത്തില്ല. ഭൂമിയിൽ അധർമ്മമൂർത്തി എതിർ ക്രിസ്തു ഉണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുകയാണ് അവിടെ നിന്നാ മതി. ഇപ്പോൾ അനങ്ങിയേക്കരുത്. സഭ, വീണ്ടും ജന്മം പ്രാപിച്ച സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നത് വരെയും. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 7 മുതൽ 8 വരെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് നടക്കാം. അധർമ്മത്തിന്റെ മർമ്മ ഇപ്പോഴോ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുവാൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവന് കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയായവനെ തടഞ്ഞു നിർത്തുന്നത് തടയുന്നവൻ, തടുക്കുന്ന പരിശുദ്ധാത്മാവ്, തടഞ്ഞു നിർത്തുന്ന പരിശുദ്ധാത്മാവ് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുക. കാഹളനാദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുക. അധർമ്മമൂർത്തിയെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുക. സഭയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക പരിശുദ്ധാത്മാവ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളെ പരിശുദ്ധാത്മാവ് അവന്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുക. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ, ഒരു ദോഷവും നിനക്ക് വരാതെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതെ, നാം അറിഞ്ഞെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അവൻ നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്നലെ സംഭവിക്കാമായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് അവൻ നിന്നെ രക്ഷിച്ചത് നീയും അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. അവൻ നിന്നെ രക്ഷിച്ചു. അധർമ്മമൂർത്തിയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ഓർക്കാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുക, അവിടെ നിന്നോ, ഇങ്ങോട്ട് കടക്കരുത്. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് ആ സഭയെ ജയിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവ് അധർമ്മമൂർത്തിയെ, പൈശാചിക ശക്തികളെ അവിടെ തടഞ്ഞ് അതിർവരമ്പുകൾ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിക്കായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തില് നമ്മെ അനുഗ്രഹിക്കുന്നത് ഓർത്ത് പരിശുദ്ധാത്മാവിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കാഹളനാദം, കുഞ്ഞാടിന്റെ കാഹളനാദം കേൾക്കുന്ന ആ മാത്രയിൽ ഇപ്പുറത്ത് നിൽക്കുന്ന സഭ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ എടുക്കപ്പെടുന്നതിന്റെ പുറകാലെ പരിശുദ്ധാത്മാവ് സഭയും കൊണ്ട് മുകളിലേക്ക് അങ്ങ് പോകും. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറി, തടുക്കുന്നവൻ സ്വർഗത്തിലേക്ക് സഭയോടൊപ്പം. പരിശുദ്ധാത്മാവ് സഭയോടൊപ്പം സ്വർഗത്തിലേക്ക്, നമ്മോടൊപ്പം സ്വർഗത്തിലേക്ക് അവൻ കയറിപ്പോകും. ടു കം ബാക്ക് അഗെയിൻ. ആ പരിശുദ്ധാത്മാവ് സഭയും കൊണ്ട് സ്വർഗത്തിലേക്ക് മണവാളനെ എതിരേൽക്കുവാൻ, മധ്യാകാശത്തിലേക്ക്, അവിടെ നിന്ന് വീണ്ടും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അധർമ്മമൂർത്തിക്ക് ഇനിയും യാതൊരു തടസ്സങ്ങളുമില്ല. അവൻ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഭൂമനുഷ്യരുടെ ഇടയിലേക്ക് അവനങ്ങ് പ്രത്യക്ഷപ്പെടും. സമാധാന ദൂതനായി, സമാധാന പ്രേമിയായി, യഹൂദന്മാരുടെ മശിഹായായിട്ട്, ഫോൾസ് മശിഹായായിട്ട് അവൻ പ്രത്യക്ഷപ്പെടും. ഞാനാണ് മശിഹ. ഞാൻ അറബികളെയും മുസ്ലിംസിനെയും യഹൂദനെയും ഒന്നിപ്പിക്കുവാൻ വന്നവനാണ്. നിങ്ങളുടെ ഭിന്നതകളെല്ലാം ഞാനിപ്പോൾ മാറ്റുവാൻ പോകുകയാണ്. അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും. ഇവിടെ 7 വർഷത്തെ പാക്ട് സൈൻ ചെയ്യും ഇസ്രയേലും അറബികളുമായിട്ട്, ഇസ്രയേലും നെയ്ബറിംഗ് കൺട്രീസുമായിട്ട്. പരിശുദ്ധാത്മാവ് സഭയെ അവിടുന്ന് ഏൽപ്പിച്ച ശേഷം പരിശുദ്ധാത്മാവാകുന്ന തടുക്കുന്നവൻ, റിസ്ട്രെയിനർ വിൽ കം ബാക്ക്.
വീണ്ടും പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് മടങ്ങി വന്നിട്ട് പരിശുദ്ധാത്മാവ് പിന്നെ 7 വർഷം അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ 144,000 ജൂബിഷ് ഇവാഞ്ചലിസ്റ്റ് ഇവിടെ എഴുന്നേൽക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പ്രകാരം 2 സാക്ഷികൾ എഴുന്നേറ്റ് ഇസ്രയേലിന്റെ തെരുവീതികളിൽ നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം ഒരു വലിയ മഹാപുരുഷാരം ഇവിടെ രക്ഷയെങ്കിലേക്ക് വന്ന് മശിഹായെ സ്വീകരിക്കുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന പ്രകാരം ലോകമെമ്പാടും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ ഉണർവിന്റെ മാറ്റൊലി ആഞ്ഞടിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന പ്രകാരം സുവിശേഷം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ ലോകമനുഷ്യർ സുവിശേഷം തന്റെ അധരങ്ങളിൽ വിളിച്ചു പറയുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവാഞ്ചലിസം ഇതുവരെയും കണ്ടിട്ടുള്ളതിലും അപ്പുറമായി ഇവിടെ വ്യാപരിക്കുവാൻ പോകുകയാണ്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് സഭ എന്ത് ചെയ്യുകയാണ്? സഭ എവിടെയാണ്? യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിച്ചു, കാഹളം കേൾക്കുമ്പോൾ ഇവിടെ കയറി വരിക എന്ന ഒരു ശബ്ദം കേൾക്കും. റാപ്ചറിന്റെ ശബ്ദം കേൾക്കും. യോഹന്നാനെ പോലെ തന്നെ ഇന്ന് ജീവനോട് ശേഷിക്കുന്ന നാം മധ്യാകാശത്തിൽ അവനെ എതിരേൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ട് മധ്യാകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിപ്പറക്കും. അവിടെ നിന്ന് മധ്യാകാശത്ത് നിന്ന് മിഡിൽ പോയിന്റിൽ നിന്ന് മണവാളനെ എതിരേറ്റ് പരിശുദ്ധാത്മാവിനോടൊപ്പം സഭ മണവാളനെ എതിരേറ്റിട്ട് ആ വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലേക്ക് കടന്നു വന്ന സഭ പരിശുദ്ധാത്മാവിനോടൊപ്പം മണവാളനോടൊപ്പം സ്വർഗത്തിലേക്ക് കയറിപ്പോകും. പരിശുദ്ധാത്മാവ് വീണ്ടും മടങ്ങി വരും. ഇവിടെ മഹോപദ്രവം തുടങ്ങാൻ പോവുകയാണ്. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞു. ഇനി 5 മുതലുള്ള അധ്യായങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ മഹോപദ്രവം തുടങ്ങാൻ പോകുകയാണ്. അതിനു മുമ്പ് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കണം. അതിലേക്ക് നാം അടുത്തയാഴ്ച കടന്നു വരും. സഭ ഇന്ന് എന്തെടുക്കുകയാണ്? സഭ സ്വർഗത്തിൽ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുൻപാകെ, ക്രിസ്തുവിന്റെ ന്യായവിസ്താരത്തിന് മുമ്പാകെ സഭ പ്രതിഫലം വാങ്ങിക്കുവാൻ മഹത്വീകരിക്കപ്പെട്ട സഭ ശരീരമൊക്കെ ലഭിച്ചു. ഇനിയും പ്രതിഫലം വാങ്ങിക്കുവാൻ സഭ റെഡിയായിട്ട് നിൽക്കുകയാണ്. മഹത്വീകരിക്കപ്പെട്ട ശരീരം സഭയ്ക്ക് ലഭിച്ചു, നമുക്കോരോരുത്തർക്കും ലഭിച്ചു. നാം ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നു, നാം ഇന്ന് ഭൂമിയിലില്ല. കുഞ്ഞാടിന്റെ മഹാക്രോധ ദിവസം ഇവിടെ തുടങ്ങുമ്പോൾ നാം ഇന്ന് ഭൂമിയിലില്ല. നാം മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി സ്വർഗത്തിലായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുൻപാകെ മണവാളനോടൊപ്പം സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം വിതറിക്കൊണ്ട് ആഘോഷിച്ചുകൊണ്ട് നാം അവിടെ നിൽക്കുകയാ. നമ്മൾ ഓരോരുത്തരും ചെയ്തതിന് പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി, മണവാട്ടിയുടെ വസ്ത്രം ലഭിക്കുവാൻ വേണ്ടി, മണവാട്ടിയുടെ ആഭരണങ്ങൾ ലഭിക്കുവാൻ വേണ്ടി, മണവാട്ടിയുടെ അലങ്കാര വസ്തുക്കൾ ലഭിക്കുവാൻ വേണ്ടി വിവാഹം നടക്കണമല്ലോ. വിവാഹത്തിനുള്ള ഒരുക്കത്തിന് വേണ്ടി നാം ആ സ്വർഗത്തിൽ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.